ശ്രീ വർഗീസ് ജോർജ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ RJDയുടെ പ്രാമുഖ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി സമൂസയിൽ ഉരുളക്കിഴങ്ങ് ഉള്ളതുപോലെ ലാലു പ്രസാദ് ബീഹാറിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോകളൊക്കെ വെച്ച ബോർഡുകൾ മാറ്റേണ്ടി വന്നു എന്നാണ് ബീഹാറിൽ നിന്ന് മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പഴയ ഭരണത്തിന്റെ ജംഗിൾ രാജിന്റെ ഓർമ്മകൾ ഉണർത്തുന്നു. ആ നിലയ്ക്ക് ലാലുവിന്റെ പഴയ ഭരണം ഒരു ബാധ്യതയാവുമോ? സുശാസൻ ബാബു ഇവിടെ ഭരിക്കുന്നു, നല്ല ഭരണം കാഴ്ചവെക്കുന്നു, പഴയതുപോലെയുള്ള കാട്ടുനീതി ഇല്ല എന്ന മട്ടിൽ വനിതകളും യുവാക്കളും ഒക്കെ ആ ഒരു മനോനിലയിലേക്ക് എത്തിക്കഴിഞ്ഞോ? പഴയ ഭരണം ദുർഭരണമായിരുന്നു എന്ന ഒരു വിചാരണയോ ആരോപണമോ കൂടിയാണ് യഥാർത്ഥത്തിൽ RJDക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് ഒരു നെഗറ്റീവ് ഫാക്ടറായി വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് നമ്മൾ പോളിറ്റിക്സിനെ കാണുന്ന ഒരു പരിപ്രേക്ഷ്യത്തിലിരിക്കും. അവിടെ ലാലു പ്രസാദ് യാദവ് പ്രതിദാനം ചെയ്യുന്നത് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജനസംഖ്യയിലെ രണ്ടാമത്തെ വലിയ സ്റ്റേറ്റായ ബീഹാറിൽ ഇതുവരെ BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ സാധിക്കാത്തത്? അതിന് കാരണം അവിടെ ലാലു പ്രസാദ് യാദവ് നിർമ്മിച്ച ഒരു കോയിലീഷനുണ്ട്, ഒരു നിയോജകമണ്ഡലമുണ്ട്. ദളിതുകൾ, ആദിവാസികൾ, പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ. അപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ, കമ്മ്യൂണലിസത്തെ നമ്മൾ നേരിടുന്നത് അവിടെ സോഷ്യൽ ജസ്റ്റിസ് പൊളിറ്റിക്സ് കൊണ്ടാണ്. ഈ വർഗീയ ശക്തികൾക്കെതിരെ ഒരു വലിയ മതിൽ കെട്ടി ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ അണിനിരത്തുകയാണ് ലാലു പ്രസാദ് യാദവ് ചെയ്തത്. അവിടെ ലാലു പ്രസാദ് യാദവിനെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, മുഖ്യ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, അവരൊക്കെ എപ്പോഴും അപകീർത്തിപ്പെടുത്താനും വികൃതിപ്പെടുത്താനുമാണ് സാധിക്കുന്നത്. പക്ഷേ അഭിലാഷ്, അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ദളിതർ, പിന്നോക്കക്കാർ, അവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, എഴുന്നേറ്റ് നിന്ന മുഖത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ അടിച്ച് താഴെ ഇടുകയല്ലേ. ഞങ്ങളവിടെ ബീഹാറിൽ പോയപ്പോൾ, നാഷണൽ കൗൺസിലിന് പോയപ്പോൾ, ഇപ്പോഴും അവിടെ ഭൂപ്രഭുക്കളുടെ വലിയൊരു ആധിപത്യമുണ്ട്. അങ്ങനെ ഒരു ഭൂപ്രഭുക്കളുടെ ആധിപത്യമുള്ള സമൂഹത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച്, നേരത്തെ ഏറ്റവും കൂടുതൽ ബൂത്തിൻ്റെ വോട്ട് പിടുത്തം നടന്ന ബീഹാറിലല്ലേ, ഇപ്പോൾ അത് നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഡിഗ്നിറ്റി, ഒരു സെൽഫ്ഹുഡ് ഒക്കെ അവർക്ക് കൊടുത്തത് ലാലു പ്രസാദ് യാദവാണ്. മാത്രമല്ല, ഈ ലാലു പ്രസാദ് യാദവിനെ എന്തുകൊണ്ടാണ് ഇത്രയും അപമാനിക്കുന്നത്? ഡോക്ടർ വർഗീസ് ജോർജ്, പക്ഷേ യാദവ ഇതരരായ പിന്നോക്കക്കാർക്കും ദളിതർക്കും മഹാദളിതർക്കും ആ തോന്നലില്ലല്ലോ. അവർക്ക് യാദവ ഭരണം വരുന്നു എന്ന തോന്നലാണ് ഉണ്ടാവുന്നത്. ഈ RJDക്കാരുടെ തന്നെ ചില റീൽസ് ഒക്കെ ഉണ്ടല്ലോ, മീശ പിരിച്ചുള്ള രംഗദാർ റീൽസ്, അത് തന്നെ ഈ തരത്തിൽ യാദവർ ഞങ്ങളെല്ലാം ഭരിക്കാൻ പോകുന്നു എന്ന തോന്നൽ ഇതര OBCകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അഭിലാഷ, യഥാർത്ഥ ഇഷ്യൂ അതല്ല. മുസ്ലിമുകൾ 500 വർഷം ആരാധിച്ചുകൊണ്ടിരുന്ന ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിക്കാനായിട്ട് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രാമശിലാഘോഷ യാത്ര ആരംഭിച്ചപ്പോൾ സമസ്തിപൂരിൽ വെച്ച് LK അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ലാലു പ്രസാദ് യാദവ്. ഇന്ത്യയിൽ ആർക്കുണ്ടാ തൻ്റെ ഇടം? അന്ന് മുതൽ ഈ ലാലു പ്രസാദ് യാദവിനെ ജംഗിൾ രാജ് എന്ന് പറഞ്ഞ് വേട്ടയാടുകയാണ്. 6 വർഷം ലാലു പ്രസാദ് യാദവിനെ തടങ്കലിലിട്ട് അദ്ദേഹം കീഴടങ്ങിയോ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് ആർക്കാണ്? 22%. അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി അതാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾ മഹാഗഠബന്ധനും NDAയും തമ്മിലുള്ള വോട്ട് 5 നിയോജകമണ്ഡലം 5 MLAമാരുടെ കുറവാണ്. 18,000 വോട്ടിൻ്റെ കുറവാണ് മഹാഗഠബന്ധനും NDAയും തമ്മിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഉണ്ടായിരുന്നത്. 18,000. അത് മനസ്സിലാക്കിയാണ് BJP ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന 61 ലക്ഷം ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നത്. അത് ശിവശങ്കരൻ സാറ് നിഷേധിക്കത്തില്ലോ. 6.15 മില്യൺ ആളുകളെ ഒഴിവാക്കി. ഞങ്ങൾ അവരുടെ സോഷ്യൽ പ്രൊഫൈൽ നോക്കി. ആരെ ഒഴിവാക്കിയിരിക്കുന്നത്? കുടിയേറ്റ തൊഴിലാളികൾ, മുസ്ലിംസ്, യാദവർ. 1.5 ലക്ഷം ആളുകൾ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അപേക്ഷ കൊടുത്തു. പക്ഷേ 3 ലക്ഷം പേരെ ചേർത്തു. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം വൻതോതിൽ വോട്ട് ചെയ്ത പോലെ ഹരിയാനയിൽ ബ്രസീലിലെ മോഡലിൻ്റെ പേരിൽ 13 പേര് വോട്ട് ചെയ്ത പോലെ ബീഹാറിൽ വൻ കൃത്രിമ സൃഷ്ടിച്ചാണ് ഇപ്പോൾ ഇവർ ജയിക്കുമെങ്കിൽ ജയിക്കാൻ പോകുന്നത്. അവിടെ ലാലു പ്രസാദ് യാദവിന് യാദവരുടെ അവിടെ ശരിയാണ്. സോറി.